അൽഷൈമർ. ചിലവർക്ക് ഞാൻ അൽഷൈമറാകാം, ചിലവർക്ക് ഞാൻ നല്ലോനാകാം, വെടക്കോനാകാം. ആരോ ഒരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായി, എന്തായാലും എനിക്ക് പിരാന്താണ്, നീ എങ്ങനെയെല്ലാം ജീവിച്ച മനുഷ്യനാ, ഇപ്പൊ എന്താ ഇങ്ങനെ. ഞാൻ ചിന്തിച്ച്, കാരണം എന്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരോവിധി ചുമ്മായിട്ട് ചൊങ്കില് നടക്കുന്ന ശുചായത്ത് നാമുക്കുണ്ട് നാട്ടിലെ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ. എന്റെ കൂട്ടുകാരിൽ ഒരുപാട് അസ്സലാമലൈക്കും പറഞ്ഞു പോയി കേട്ടാ, ഒരുപാട് പേര് മണ്ണ് തിന്ന്. ഇപ്പൊ അടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മളങ്ങോട്ടേക്ക് തന്നെ, കാരണം മണ്ണിന്റെ മണം വരാൻ തുടങ്ങി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം. പിരാന്താണെങ്കിൽ വിചാരിച്ചോളൂ, അതൊരു മൊഞ്ച. അതായത് രാത്രി നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പി ആക്കുക, നമ്മളെ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതില്, എന്നിട്ട് പഞ്ചസാര ഇടണ്ട, 2 സ്പൂണ് ഒലിവ് ഓയിൽ അങ്ങ് ഒഴിച്ചിട്ട് കുടിക്കുക. എന്റെ മോനെ എല്ലാ രോഗവും പോയി. എന്ത് രോഗം പോയി? നമുക്ക് ഈ ശോചനം ക്ലിയറായി കഴിഞ്ഞാലുണ്ടല്ലോ, ഗ്യാസ് ട്രബിള്, നടുവേദന, തലവേദന, നെഞ്ഞുവേദന, ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ രോഗവും അങ്ങ് പോയി കിട്ടും. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയം ഏതാണെന്നറിയാവുക? ഷെറ് വരുമ്പോ സന്തോഷിക്കണം. ഈ ഷെറ് വരുമ്പോ സന്തോഷിക്കണമെങ്കിലില്ലേ, നല്ലൊരു ഈമാന്റെ കട്ടി വേണം കേട്ടാ. അത് എല്ലാവർക്കും പറ്റുന്നൊരു സംഗതി ഒന്നല്ല ഈ ഷെറ് വരുന്ന സമയത്ത് സന്തോഷിക്കാന്ന് പറയുന്നത്. ഈ ഷെറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, ഹൈറ് 100% 100% ഹൈറ് വരും എന്നുള്ളതാ. എന്തായാലും വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ, ഒരു 50-60 വയസ്സിലുള്ള 70 വയസ്സിലുള്ള ഒരു മനുഷ്യന്മാർ അവർ സന്തോഷത്തിലാണ്. കാരണം പലതും അവർ അതിജീവിച്ച് പിന്നെ ഒരു സ്വസ്ഥ ജീവിതമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഷെറ് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, യാ അല്ലാഹ് വല്ലാത്തൊരു മൊഞ്ചാണ് കേട്ടാ. കാരണം ഹൈറ് വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കൂല, ഷെറ് ഓർമ്മയിലുണ്ടാവും, കൺട്രോളിൽ പോകും നമ്മൾ. മനസ്സിലായ? ഞാനിങ്ങനെ യൂട്യൂബിലും ചെയ്യുന്നത് നിങ്ങളെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടാ, ഒരു ടൈം പാസ്. എന്തെങ്കിലും പഠിച്ചതല്ല ഇങ്ങനെ പറയുമ്പോ ചില ആൾ കമന്റ് എല്ലാം എഴുതും, അതായത് എനിക്ക് പിരാന്താണോ, അങ്ങനെ രസത്തിൽ വരുന്ന. ഞാന് ഇപ്പൊ അടുത്ത് ബുറൈമി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഒമാനില് ബുറൈമിയിൽ കുറച്ച് ദിവസം ഒരു കൊല്ലത്തോളം ഉണ്ടായി. അവിടുത്തെ ഒരു സുബഹി നിസ്കാരത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഒരു 4:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക് യാ അല്ലാഹ് ഒരു 5-6 സഫ് അറബികളും അഫ്ഗാനികളും പാകിസ്ഥാനികളും ഉണ്ടാവും. ഒരു 5-6 സഫ് എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചിട്ട് ഓതി. എന്നിട്ടുണ്ട് ഒരു സുബഹി നിസ്കാരം. സുബ്ഹാനല്ലാഹ്, ഒരു ബംഗ്ലാദേശിയായിരുന്നു. എന്തോ ഒരു കിറായത്താണെന്നറിയാവോ? മാഷാ അല്ലാഹ്, അള്ളാഹു ദീർഘായുസ്സ് കിട്ടാൻ മനുഷ്യനിക്ക്. റുക്കൂയില് 13 പ്രാവശ്യം ദിക്ർ ചൊല്ലും, സുജൂദില് 13 പ്രാവശ്യം ദിക്ർ ചൊല്ലും, വലിയ സൂറത്ത് ഓതും. അങ്ങനെ ആ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ ഇറങ്ങി വന്ന് ഷോപ്പെല്ലാം തുറന്നിട്ട് എന്തോ ഒരു മൊഞ്ചാന്നറിയാവുക. അല്ലാതെ ഒരു കാട്ടിക്കൂട്ടിൽ നിസ്കാരമല്ല. 13 പ്രാവശ്യം റുക്കൂയില് ദിക്ർ ചൊല്ലുക, സുജൂദിലും 13 പ്രാവശ്യം ദിക്ർ ചെല്ലുന്നു. എന്നിട്ട് ദ്വാരുന്നു, യാ അല്ലാഹ്, നല്ല ഊതിന്റെ മണത്തിൽ AC-യിൽ ഇങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു സ്വർഗീയ അനുഭൂതിയാണ് കേട്ടാ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പഠിച്ചോനെ നമ്മളെല്ലാം അങ്ങനെ ആക്കിത്തരട്ടെ. ഒരു കൊല്ലത്തോളം ആ നാട്ടിലുണ്ടായി. വല്ലാത്തൊരു മുഞ്ച കേട്ടാ, വല്ലാത്തൊരു മുഞ്ച സുബ്ഹി നിസ്കാരം. വലിയ വലിയ സൂറത്താണ് ഓതുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ബോറടിപ്പിക്കുന്നില്ല. ചില വ്യക്തികൾ എന്ത് അത്ഭുതമാണല്ലേ.
ഈ ഒരു ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്നതിൻ്റെ ഒരു അല്പം മുമ്പ് അയാൾ പറഞ്ഞ വാക്കുകൾ എത്ര അത്ഭുതകരമായ വാക്കുകളാണ്. ചില ആളുകൾ മരിക്കുന്നതിന് മുമ്പ് അവർ കൃത്യമായി അറിഞ്ഞതുപോലെ, നോക്കൂ, ഇസ്മായിൽ എന്ന വ്യക്തി പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് മണക്കുന്നുണ്ട് എന്നാണ്. ഞാൻ മരിക്കാൻ ആയിരിക്കുന്നു എന്ന ഒരു രീതിയിൽ പാടുന്നു, ആ വാക്കുകൾ പറയുന്നു. വല്ലാത്ത ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് പൊരുത്തു കൊടുക്കട്ടെ, ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. നോക്കൂ, മരണം എന്നുള്ളത് ചില ആളുകളൊക്കെ ഉണ്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി എല്ലാ കാര്യങ്ങൾ പറഞ്ഞ് ഒരുങ്ങി മരിക്കുന്ന ഒരു രീതി. പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ടൊക്കെ അള്ളാഹു കാക്കട്ടെ. തൗബാക്ക് പോലും അവസരമില്ലാത്ത പെട്ടെന്നങ്ങ് മരണപ്പെട്ടു പോയാൽ, അല്ലേ, ചില ആളുകൾക്ക് ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ കടങ്ങളൊക്കെ ഉണ്ടാകും. ആ കടം ബാക്കി വെച്ച് മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കും പരലോകത്തിൻ്റെ അവസ്ഥ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മരിക്കുന്ന നേരം നല്ലൊരു മരണം കിട്ടണം, കടങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ മരണപ്പെടുക എന്നുള്ളത് ഓരോ മുഅ്മിൻ്റെ ബാധ്യതയാണ്. അതിനുവേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ ജീവിതം സമാധാനമുള്ള ജീവിതമാകണം. അത് ചെറ്റക്കൊടിയിൽ ചമ്മന്തി കഴിച്ച് ജീവിച്ചാലും ശരി, മനസ്സിന് സമാധാനത്തോടുകൂള്ള ജീവിതം കിട്ടാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപാട് ലോൺ എടുത്ത് കടം ചെയ്ത് വലിയ വലിയ വീടുകളുണ്ടാക്കി പെട്ടെന്നങ്ങ് മരണപ്പെട്ടു പോയാൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ വീടും കടങ്ങളെല്ലാം ബാക്കിയായി നാം അങ്ങ് മരണപ്പെട്ടു പോയി. പിന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. ആ കടക്കാരൻ, അല്ലേ, കടമുള്ള ഒരു മയ്യത്ത് നിസ്കാരം പോലും നിസ്കരിച്ചില്ല എന്നാണ്. അപ്പം നമുക്ക് സാധിക്കുന്നത്ര ജീവിക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജീവിക്കാൻ വളരെ എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. ജീവിതം മറ്റുള്ളവർക്ക് കാണിച്ചുകൊണ്ട് ജീവിക്കാൻ വലിയ പ്രയാസമാണ്. ഞാൻ വലിയ സമ്പന്നനാണെന്നും അല്ലെങ്കിൽ ഞാൻ വലിയ കഴിവുണ്ടെന്ന് ആ രീതിയിൽ ജനങ്ങളെ നടിപ്പിക്കണം, ജനങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിക്കണം എന്ന രീതിയിലൊക്കെ നമുക്ക് ജീവിക്കാൻ വലിയ പ്രയാസമുണ്ടാവും. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നാം ജീവിക്കാൻ തുടങ്ങിയാൽ നാം അവസാനം ഗതിമുട്ട് പോകും. പിന്നെ അവസാനം വല്ലാത്ത സങ്കടത്തിൽപ്പെടും. നമ്മെ അവർ ഒരു ഉദാഹരണമായിട്ട് മാത്രമേ നോക്കുന്നുള്ളൂ മറ്റുള്ളവർ. നമുക്ക് വിചാരിച്ചത് നാം വലിയ സമ്പന്നനായി ജീവിച്ചാൽ നമുക്ക് വലിയ അംഗീകാരം കിട്ടും. അംഗീകാരമൊന്നും കിട്ടാൻ പോകുന്നില്ല. അവരുടെ ഭാഗത്ത് നിന്ന് ചില അസൂയങ്ങളും ചില നമ്മളെക്കുറിച്ചുള്ള പലതും, അല്ലേ, അങ്ങനെ പറയുമെന്നല്ല, നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നാം ഇങ്ങനെ ജീവിച്ചാൽ അവസാനം ഇതിൻ്റെ എല്ലാം കഷ്ടപ്പാടുകൾ, പിന്നെ ഇതിൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും, മനസ്സിനൊരു സമാധാനമില്ലാത്ത, രാത്രി വല്ലാത്ത സങ്കടപ്പെടുന്ന, ഉറക്കില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ കാരണം എന്താണ്? ഈ ഒരു സങ്കടമാണ്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് നല്ലത് പറയാനും വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാനും വേണ്ടി ജീവിച്ച് കടങ്ങൾ. ഇപ്പോൾ പെട്ടെന്നൊരു മരണം സംഭവിച്ചാൽ നോക്കൂ, അതോടുകൂടി എല്ലാം അവസാനിച്ചു പോകും. അതുകൊണ്ട് ഒരുപാട് കടം ചെയ്തു നോക്കൂ. ഈ മനുഷ്യന് പറയുന്നതിന് മുമ്പ് അതിലേറ്റവും എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചൊരു വാക്കാണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് മണ്ണ് മണക്കുന്നുണ്ട്. കാരണം എന്നെ ചില ആളുകൾ നല്ലവനെന്ന് പറയുന്നു, ചില ആളുകൾ ഞാൻ ചീത്തയാളെന്ന് പറയുന്നു. ആരെന്ത് പറഞ്ഞാലും എൻ്റെ ശരീരത്തിൽ നിന്നേക്ക് മണ്ണ് മണക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നല്ല ആളാവുകയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ. അള്ളാഹു ഇസ്മായിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ട് കുറച്ച് മാസങ്ങളായി. എന്നാലും ആ ഒരു അദ്ദേഹത്തിൻ്റെ വോയിസ് കേട്ടപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒരു മരിക്കുന്നതിന് ഒരല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകൾ എത്രത്തോളം കൃത്യമായി അയാൾ പറഞ്ഞതുപോലെ ശരീരം മണ്ണ് മണക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോകാൻ സമയമായെന്ന് പറയും. അദ്ദേഹം പെട്ടെന്ന് ആ മരണപ്പെടുന്ന രംഗങ്ങളൊക്കെ അത് വല്ലാത്ത ചിന്തിപ്പിക്കുന്നതാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഇസ്മായിൽ എന്ന ചെറുപ്പക്കാരൻ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. സർവ്വതും അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ, മാഫാക്കട്ടെ. അള്ളാഹു മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം നമ്മേവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.